എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് അന്ധയാചകൻ്റെ കുറവുകളെക്കുറിച്ചും ഒക്കെയാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങളിലാണ് നമ്മളത് വായിക്കുന്നത്. ആ അന്ധയാചകൻ്റെ ചിത്രം മിഴിവ് കുറഞ്ഞതായിരുന്നു. ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അതാണ്. അങ്ങനെ മിഴിവ് കുറഞ്ഞതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, അവൻ അന്ധനായിരുന്നു. 2, അവൻ യാചകനായിരുന്നു. 3, അവൻ ഇരിക്കുകയായിരുന്നു. നമ്മൾ ഇത് മൂന്നിലും പെട്ടതല്ല എന്ന് വിചാരിക്കും. സൂക്ഷ്മ പരിശോധനയിൽ നമുക്ക് മനസ്സിലാകും നമ്മളും അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തനല്ല എന്ന്. കണ്ണുകളുണ്ടെങ്കിലും നമ്മൾ പലതും കാണുന്നില്ല. നമ്മൾ പ്രവർത്തന നിരതനാകാതെ ഇരിക്കുന്നവരാണ്, അലസരായിരിക്കുന്നവരാണ്. നമുക്ക് നല്ല മസിൽ പവറും എല്ലാ കഴിവുകളും ഒക്കെ ഉണ്ട് എങ്കിലും നമ്മൾ അലസരായിരിക്കുന്നവരാണ് പലരും. മൂന്നാമത്തേത്, നമുക്ക് കിട്ടണമെന്നുള്ള ആശയമാണ്, കൊടുക്കണമെന്നുള്ള ആശയമില്ല. കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അതിലല്ല നമുക്ക് താല്പര്യം, കിട്ടണമെന്നുള്ളതിലാണ് താല്പര്യം. ഈ 3 കുറവുകളാണ് നമ്മൾ ഈ അന്ധയാചകനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത്. എന്നാൽ ഈ അന്ധയാചകന് ചില നന്മകളുണ്ട്. അതിലൊന്ന്, 2 നന്മകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുക മാത്രം ചെയ്തു. നമുക്ക് ആ നന്മകളെക്കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ട് ഇന്ന് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഒന്നാമത്തേത്, അവന് കാഴ്ച കിട്ടാനായിട്ട് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കാഴ്ച കിട്ടണമെന്നുള്ള വലിയ ആഗ്രഹം, തീക്ഷണമായ ആഗ്രഹം, ബോയിലിംഗ് ഡിസയർ എന്ന് ഞാൻ അതിനെ പറയും. തിളയ്ക്കുന്ന ആഗ്രഹം. ഇത് നമുക്കൊക്കെ വേണ്ടതാണ്. അന്ധയാചകന് മാത്രമല്ല, നമുക്കൊരു കാര്യം നേടണമെങ്കിൽ ഈ തിളയ്ക്കുന്ന ആഗ്രഹം ഉണ്ടാവണം. ഇന്ന് പലർക്കും അതില്ല. കിട്ടിയാലായി എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. മറിച്ച് ബോയിലിംഗ് ഡിസയർ ഫസ്റ്റ്, അതാണ്. രണ്ടാമത്തേത്, ഇത് സാധിച്ചു കിട്ടാൻ എന്ത് ചെയ്യണമെന്നുള്ള അറിവ് വേണം. ഒന്നാമത്തേത് ആഗ്രഹമാണെങ്കിൽ രണ്ടാമത്തേത് അറിവാണ്. അവന് ഒരു കാര്യം അറിവുണ്ടായിരുന്നു. ദാവീദിൻ്റെ പുത്രനായ യേശുവിന് തൻ്റെ അന്ധതയിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് അവൻ അറിയാമായിരുന്നു. ഈ അറിവ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അറിവ്, എന്ത് ചെയ്താലാണ് എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നുള്ള അറിവ് വേണം. മൂന്നാമതൊരു കാര്യം ആ അന്ധയാചകന് ഞാൻ കാണുന്നത്, അവൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി. യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ അറിയാമായിരുന്നു യേശുവിന് തന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്ന്. അപ്പോൾ അവൻ ആ അറിവ്, ആ അവസരം ഉപയോഗപ്പെടുത്തി. യേശുവിനെ വിളിച്ച് നിലവിളിച്ചു അവൻ. അതാണ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് യേശുവിനെ കിട്ടിയിട്ട് പറയാം എന്നൊന്നും വിചാരിച്ചില്ല. യേശു പോകുമ്പോൾ വലിയ ആരവം ഉണ്ടായിരുന്നു, ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു. ആ അവസരം അനുയോജ്യമല്ല എന്നൊന്നും അവൻ വിചാരിച്ചില്ല. അവൻ്റെ ആഗ്രഹം അനുസരിച്ച് അവൻ ആ അവസരം അങ്ങ് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. ഇനി ഒരിക്കലാവട്ടെ, ഒരവസരം കിട്ടിയിട്ടുണ്ട്, ഇപ്പം മുഴുവൻ ശരിയല്ല, അയാൾ കൂടെയുണ്ട്, വേറൊരാൾ കൂടെയുണ്ട്, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ആ ഒരു കാരണമുണ്ട്, ഇന്ന് എനിക്ക് വേറൊരു കാര്യം ചെയ്യാണ്ട് ഇന്നത്തെ പഠിത്തം അവിടെ ഇരിക്കട്ടെ,
ഇന്ന് എനിക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്, ഇന്ന് സ്കൂളിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പഠനമൊക്കെ മാറ്റി വയ്ക്കുന്നു. അതായത് അവസരങ്ങൾ കിട്ടിയാലും അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താത്തൊരവസ്ഥ, അത് നമ്മളുടെ കാര്യസാധ്യത്തിന് തടസ്സം ഉണ്ടാക്കുന്നതാണ്. നാലാമതായിട്ട് അവൻ ആവേശപൂർവ്വം വിളിച്ചു. എപ്പോഴോ മറ്റുള്ളവരൊക്കെ അവനോട് പറഞ്ഞു, എന്തെന്ന്, മിണ്ടാതിരിക്കടാ, യേശുവാണാ പോണേ, നീ എന്താ വിചാരിക്കണേ, നീ മിണ്ടാതിരിക്കേ എന്ന് പലരും അവനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അവൻ അത് കൂട്ടാക്കിയില്ല. അവൻ ആവേശപൂർവ്വം വിളിച്ചു. ഇയാളുടെ പാഷന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നല്ല അർത്ഥമാണ്. ആ ജ്വരം, ആവേശത്തോടു കൂടിയാണ് അവൻ വിളിച്ചത്. ഒന്ന്, 4 കാര്യങ്ങൾ അവനിൽ ഞാൻ കാണുന്നത്. ഒന്ന്, അവൻ്റെ തീക്ഷണമായ ആഗ്രഹം. 2, അവൻ്റെ അറിവ്. എങ്ങനെയാണിത് നടക്കുക എന്ന് അവൻ അറിയാമായിരുന്നു. യേശുവിനെക്കുറിച്ച് അറിയാമായിരുന്നു അവന്. 3, അവൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി. 4, അവൻ ആവേശത്തോടു കൂടി തടസ്സങ്ങളെയൊക്കെ തട്ടിമാറ്റി. അങ്ങനെ ഉച്ചത്തിൽ പല പ്രാവശ്യം വിളിച്ചപ്പോൾ യേശു നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക എന്ന്. അവൻ ചെയ്തത് എന്താണ്? അവൻ പതുക്കെ നിരങ്ങി പോവുകയല്ല ചെയ്തത്. ആ ഉപമയിൽ എഴുതിയിട്ടുള്ളൊരു വാചകം എന്നെ ഏറെ ആകർഷിച്ചത് ഇതാണ്. അവൻ കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്ത് ചെന്നു. അന്ധനായതുകൊണ്ട് അങ്ങനെ കുതിച്ചു ചാടി ചെല്ലാനൊന്നും പറ്റില്ല സാധാരണ നിലയിൽ. പക്ഷേ ഇവൻ കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ നമുക്ക് ഒരവസരം കിട്ടുമ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ഗ്രാബ് ചെയ്യണം. അത് പിന്നീടാവട്ടെ എന്നൊന്നും വെക്കുകയല്ല ചെയ്യേണ്ടത്. അവനെ ഞാൻ കാണുന്ന 5ാമത്തെ ഗുണമാണ്. ഈ ഗുണങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് അവൻ്റെ ചിത്രത്തിൻ്റെ മികവ് വരുന്നത്. ഇനി അവൻ അവിടെ ചെന്നപ്പോൾ യേശു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. എന്താണ് യേശു ചോദിക്കുന്നത്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, യേശു എന്താ ഇങ്ങനെ ചോദിച്ചത്? നമുക്കൊക്കെ മനസ്സിലായില്ലേ? അന്ധയാചകൻ ചോദിച്ചത് എന്താണെന്ന്. ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ എന്താണ് അവൻ ആഗ്രഹിച്ചതെന്ന് നമുക്കൊക്കെ മനസ്സിലായി. യേശുവിനത് മനസ്സിലാകാതിരിക്കുമോ? ഒരിക്കലുമില്ല. യേശുവിനും മനസ്സിലായി. പക്ഷേ യേശു ഒരു കാര്യം നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ കാണുന്നത് യേശുവിലുള്ള ഒരു പ്രത്യേകതയാണ്. യേശു ഒരവസരം കിട്ടിയാൽ അത് അവിടെ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തും. എവിടെയൊക്കെ വേണമെങ്കിൽ നോക്കിയുള്ളൂ, 100 ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് കാണും. യേശുവിന് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാനായിട്ട്. യേശു വാസ് ബേസിക്കലി എ ടീച്ചർ. ഒരു പ്രാഥമികമായിട്ടും യേശു ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി എപ്പോൾ അവസരം കിട്ടിയോ അപ്പോൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആ അന്ധയാചകനിലൂടെ നമ്മളെയൊക്കെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. എന്ത് കാര്യമാണ് പഠിപ്പിക്കുന്നത്? നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ്. ഈ അന്ധയാചകൻ പ്രാർത്ഥിച്ചത് എന്താണ്? അന്ധയാചകൻ പ്രാർത്ഥിച്ചത്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്നാണ്. യേശുവിന് അന്ധയാചകനോട് കനിവ് തോന്നാൻ പല മാർഗങ്ങളുണ്ട്. ഒന്ന്, പിറ്റേ ദിവസം അതിധനികനായ ഒരു വ്യക്തി ആ വഴിക്ക് കടന്നു പോകുന്നു. ധനികൻ മാത്രമല്ല, കൃപാലുവ് കൂടിയാണ്. ആർദ്രതയുള്ളൊരു ഹൃദയമുണ്ട് അയാൾക്ക്. അങ്ങനെയുള്ളൊരു വ്യക്തി ആ വഴിക്ക് പോകാനിടയാകുന്നു. ആ വ്യക്തിയോട് ഇവൻ ഇതുപോലെ നിലവിളിച്ച് പറയുമല്ലോ. അങ്ങനെ പറയുമ്പോൾ ആ ധനികൻ കുറേ സ്വർണ്ണ നാണയങ്ങൾ ഇവന് ഇട്ടുകൊടുക്കുന്നു. ആ യാചകനോട് കനിവ് തോന്നിയില്ലേ? കരുണ തോന്നിയില്ലേ? അതാകാമല്ലോ.
ഇനി അതുമല്ലെങ്കിൽ ഒരു കുട്ടി, വേറെ ജോലിയൊന്നുമില്ലാത്ത ഒരു കുട്ടിയെ ഈ അന്ധയാചകന് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നതിന് പകരം നടന്ന് ഭിക്ഷ യാചിക്കാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അന്ധന്മാർ വഴിയിലൂടെ നടന്ന് ഭിക്ഷ യാചിക്കുന്നത്. അതിന് ഒരു കുട്ടിയുടെ സഹായം വേണം. ഒരു കുട്ടി മുന്നിൽ ഒരു വടിയുടെ അറ്റം തോളിൽ വെച്ച് പോകും. വടിയുടെ അറ്റം ഒരറ്റം തോളിൽ വയ്ക്കും ആ കുട്ടിയുടെ, മറ്റേ അറ്റം അന്ധയാചകൻ കയ്യിൽ പിടിക്കും. അപ്പോൾ അയാൾ കൈ താഴ്ത്തിയിട്ടാൽ ആ കൈയുടെ ഉയരം ഈ കുട്ടിയുടെ തോളിൻ്റെ ഉയരത്തിന് ഒപ്പമാകും. അപ്പോൾ റോഡ് സ്ട്രെയിറ്റായിട്ട് നിൽക്കും. കുട്ടി മുന്നിൽ നടക്കും, യാചകൻ പിന്നിലും. അപ്പോൾ വഴി തെറ്റാതെ കുണ്ടിലും കുഴിയിലും വീഴാതെ യാചകൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയാലും പോരെ? കരുണ തോന്നിയില്ലേ? ഇനിയും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, യേശുവിനിപ്പോൾ ഒരു ഗാഡി, ഒരു വണ്ടി അറേഞ്ച് ചെയ്യുക വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് ഈസിലി പോസിബിൾ. അപ്പോൾ ഒരു വാഹനം കൊടുത്താലോ? മതിയല്ലോ. പലതരത്തിൽ യേശുവിന് കരുണ തോന്നാൻ കഴിയും. ഇതിലേത് വേണമെന്ന് നീ കൃത്യമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് യേശു നമുക്ക് നൽകുന്ന സന്ദേശം. നീ പ്രാർത്ഥിക്കുമ്പോൾ വളരെ കൃത്യമായി പ്രാർത്ഥിക്കുക എന്ന് ഈ ഉപമയിലൂടെ, ഈ ചോദ്യത്തിലൂടെ യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് യേശുവിൽ നിന്ന് മനസ്സിലാക്കിയ ഈ ഒരു കാര്യം, ഉപമയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ കുട്ടികളോട് ആവശ്യപ്പെടുന്നത്. എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത്രാമത്തെ റാങ്ക് കിട്ടണം, ഇത്ര മാർക്ക് കിട്ടണം, ഇന്ന കോളേജിൽ എനിക്ക് പഠിക്കാൻ കഴിയണം, ഇന്ന മെഡിക്കൽ കോളേജിൽ, ഇന്ന എൻജിനീയറിംഗ് കോളേജിൽ എനിക്ക് പഠിക്കാൻ കഴിയണം എന്നൊക്കെയുള്ള പ്രാർത്ഥന കൃത്യമായി, കൃത്യതയോടുകൂടി ചോദിക്കണം എന്ന്. ഞാനിത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ തന്നെ അങ്ങനെ കൃത്യമായി പ്രാർത്ഥിക്കുകയും കുട്ടികളോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പല കുട്ടികളും എനിക്ക് സാക്ഷ്യമായിട്ട് പറയാറുണ്ട്, അവരാഗ്രഹിച്ച, അവർ പ്രാർത്ഥിച്ച റാങ്ക്, മാർക്ക് അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത് അവർക്കൊക്കെ കിട്ടി എന്ന് അവർ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കും കൃത്യമായിട്ട് അത്തരത്തിലുള്ള സാക്ഷ്യം പറയാനായിട്ട് കഴിയും. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഫസ്റ്റ് റാങ്കിന് വേണ്ടി കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് റാങ്കുകൾ കിട്ടാതിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഫസ്റ്റ് റാങ്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് ഞങ്ങൾക്ക് നീറ്റിൽ കിട്ടി. ഞാനത് സാക്ഷ്യപ്പെടുത്തി. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഞാനത് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഇങ്ങനെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങൾക്ക് കൃത്യമായി ലഭിച്ചു എന്ന്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായി പ്രാർത്ഥിക്കണം എന്ന് യേശു നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന സ്ഥലമാണ് ഇത്. ഇനി ഈ അന്ധയാചകൻ്റെ കാര്യത്തിൽ ഒന്നുകൂടിയുണ്ട്. അയാൾ ഈ കുതിച്ച് ചാടി പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞു എന്നൊരു വാചകം അവിടെയുണ്ട്. പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞു എന്ന്. എന്താണ് ഈ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞു എന്ന് മാർക്കോസ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഈ പുറങ്കുപ്പായം എന്താണെന്ന് അറിയണം, അപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഒരു അന്ധയാചകൻ നിങ്ങൾ വഴിയരിയിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അയാൾക്കൊരു പുതപ്പുണ്ടാവും. ആ പുതപ്പാണ് ഈ പുറങ്കുപ്പായം എന്ന് പറയുന്നത്. അത് അയാൾ നിലത്ത് വിരിക്കും. അപ്പം അയാളുടെ ഇരിപ്പിടമാണ് പുറങ്കുപ്പായം. അതിലിരുന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം അദ്ദേഹം മുൻപിലേക്ക് നീട്ടിയിട്ടിട്ടുണ്ടാവും. അതിലാണ് ആളുകൾ കോയിനൊക്കെ എറിഞ്ഞു കൊടുക്കുന്നത്. അത് കോയിൻ കളക്ട് ചെയ്യാനുള്ള ഭിക്ഷാപാത്രമാണെന്ന് പറയാം. അയാളുടെ യാചകനൊരു ഭിക്ഷാപാത്രം ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിൻ്റെ ആ യാചകൻ്റെ ഭിക്ഷാപാത്രമാണ് ആ പുറങ്കുപ്പായം എന്ന് പറയുന്നത്. കുറച്ച് നേരം ആളുകൾ ഇട്ട പണമൊക്കെ അദ്ദേഹം ശേഖരിച്ച് എണ്ണി നോക്കും. എണ്ണുന്നത് തപ്പി നോക്കിയിട്ടാണ്. തപ്പി നോക്കി തിരിച്ചറിഞ്ഞ് എത്ര ഉറുപ്പികയായി എന്ന് അറിയുമ്പോൾ
അത് ഒരു പൊതിയിൽ പൊതിഞ്ഞ്, ഒരു കടലാസിൽ പൊതിഞ്ഞ് അത് ഇതിൻ്റെ അടിയിൽ വയ്ക്കും. അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും. അന്ധയാചകനല്ലേ, ഏട്ടനിട്ടിട്ട് ഒരു രൂപ എടുത്തുകൊണ്ട് പോകാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് അത് പൊതിഞ്ഞ് എടുത്ത് വയ്ക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റോറിങ് പ്ലേസാണ്. ഇനി വെയിൽ വന്നാൽ ഈ പുറംകുപ്പായത്തിൻ്റെ ബാക്കി ഭാഗം അയാൾ തലയിൽ കൂടെ ഇടും. അപ്പോൾ വെയിലിൽ നിന്നുള്ള രക്ഷയാണ്. തണുപ്പുള്ളപ്പോൾ അതിൻ്റെ ഭാഗം പുതയ്ക്കാൻ ഉപയോഗിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതപ്പാണ്. ചെറിയ മഴച്ചാറ്റിൽ നിന്നും അയാൾ രക്ഷ നേടുന്നത് അത് തലയിൽ കൂടെ ഇട്ടിട്ടാണ്. അപ്പോൾ മഴയിൽ നിന്നുള്ള രക്ഷയാണ്. വൈകുന്നേരം അദ്ദേഹം കിടക്കുന്നത് ഈ പുതപ്പ് വിരിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കിടക്കയാണത്. അത് വൈകുന്നേരം തണുപ്പായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അയാൾ പുതയ്ക്കും അത് ഉപയോഗിച്ച്. അപ്പോൾ പുതപ്പാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനിയും കുറച്ച് കഴിയുമ്പോൾ കൊതുക് വന്ന് മൂളിപ്പാട്ട് പാടും, അയാൾ ഉറങ്ങിയിട്ടില്ലേ എന്ന് ഉറപ്പ് വരുത്താൻ. അപ്പോൾ ആ കൊതുകിൽ നിന്ന് രക്ഷ നേടാൻ അത് തലയിൽ കൂടെ ഇടും. കൊതുകിൽ നിന്നുള്ള രക്ഷയാണ്, കൊതുക് വലയാണ്. അങ്ങനെ 8-9 ഉപയോഗമാണ് ഞാൻ ആ പുറങ്കുപ്പായത്തിന് കാണുന്നത്. ഇത്രയേറെ ഉപയോഗമുള്ള അദ്ദേഹത്തിൻ്റെ സർവസ്വമായ ആ പുറങ്കുപ്പായമാണ് അദ്ദേഹം വലിച്ചെറിഞ്ഞത്. സർവസ്വമാണ് അദ്ദേഹത്തിൻ്റെ, അത് വലിച്ചെറിഞ്ഞു. എന്തിനു വേണ്ടി? ലക്ഷ്യം നേടാൻ അത് തടസ്സമാണെന്ന് കാണുമ്പോൾ അത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. ലക്ഷ്യം നേടാൻ നമുക്കൊക്കെ പഠിക്കാവുന്ന വലിയ ഒരു ആശയമാണ്. നമ്മുടെ ലക്ഷ്യം നേടാൻ തടസ്സമായി നിൽക്കുന്ന എന്തും നെയും വലിച്ചെറിയാനായിട്ട്, ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് കരുത്തുണ്ടാവണം. മനസ്സും കരുത്തും ഉണ്ടാകണം. ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും വിഷമമുള്ള കാര്യമാണ്. ആ മനുഷ്യന് ആ പുതപ്പ് എത്ര ഇഷ്ടമുള്ള സാധനമാണെന്നറിയാമോ? എത്രയോ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒന്നാണ്. അതുപോലും അത്രയ്ക്ക് സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു കാര്യമാണ് ആ പുതപ്പ്. ആ പുതപ്പിൻ്റെ മണം പോലും അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ടാവും. അത്ര ഇഷ്ടമുള്ള, ആ വൈകാരികമായ ബന്ധമുള്ള ആ സാധനം പോലും ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറായി എന്നുള്ളതാണ്. ആ ലക്ഷ്യം നേടാനുള്ള തീവ്രമായ ആഗ്രഹമാണ് അതിൻ്റെ പിന്നിലുള്ളത്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ടോ ഇത്? പഠിപ്പിക്കുന്ന അധ്യാപകർക്കുണ്ടോ ഇത്? ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ തീക്ഷണമായ അത് ആഗ്രഹം എന്തും ഉപേക്ഷിക്കാനായിട്ട്, തടസ്സം നിൽക്കുന്ന എല്ലാം ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ? കള്ളുകൂടി, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, പുകവലി, ചീട്ടുകളി, സിനിമാ തിയേറ്ററിലേക്കുള്ള പോകാനുള്ള വലിയ ആഗ്രഹം, ഇതൊക്കെ തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ അതൊക്കെ വലിച്ചെറിഞ്ഞ് കളയാനുള്ള ആ കരുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ കഴിയുള്ളൂ. പൂർണ്ണമായിട്ടും സമർപ്പിക്കുക എന്നുള്ളതാണ്. ഞാനൊരു ചെറിയ കഥ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനായിട്ട് ഈ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കഥയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു ധനികനായ ദേവദാസനുണ്ടായിരുന്നു. ആ ദേവദാസന് അദ്ദേഹം ഒരു വീട് പണിത് മുകളിലെ ഒരു മുറി യേശുവിന് താമസിക്കാനായിട്ട് കൊടുത്തു. യേശു ഭക്തനാണ്. അങ്ങനെ യേശുവിന് താമസിക്കാൻ കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. ബാത്ത് ടബ്, ടെലഫോൺ, TV, AC, എല്ലാ സൗകര്യങ്ങളോടുകൂടി. അങ്ങനെ താഴെ ദേവദാസൻ താമസമാക്കി, യേശു മുകളിലും താമസമാക്കി. വൈകുന്നേരമായി. ദേവദാസൻ ഉറങ്ങാൻ കിടന്നു. നേരം വെളുത്ത് ബെല്ലടി കേട്ട് ദേവദാസൻ ഉണർന്നെഴുന്നേറ്റു. വല്ല പാൽക്കാരനോ പത്രക്കാരനോ ആയിരിക്കുമെന്ന് വിചാരിച്ചു. ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ടത് ഇവരാരുമല്ല, പിശാചിനെയാണ് കണ്ടത്.
പിശാച് അകത്ത് കടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് ഇതാണ്: നിങ്ങൾ യേശുവിൽ, ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള പൈശാചിക പരീക്ഷണങ്ങളുണ്ടാകും. അത് ഉറപ്പാണ്. അതിനൊക്കെ ചെറുത്ത് നിൽക്കാനായിട്ടുള്ള ആ കരുത്ത് നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളത് യേശുവിൽ നിന്ന് യാചിച്ചെടുക്കണം. ആ കരുത്ത് യേശുവിൽ കൂടെ നിൽക്കുമ്പോഴാണ് ആ കരുത്ത് നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ ഈ പിശാചിനെ അടിച്ച് പുറത്താക്കാനായിട്ട് നോക്കി, ഇടയ്ക്കിടയ്ക്ക് പിന്തിരിഞ്ഞ് നോക്കുന്നുണ്ട്, യേശു വരുന്നുണ്ടോ സഹായത്തിന് എന്ന്. കാരണം യേശുവിനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുള്ളത് എന്തിനാണെന്നറിയാമോ? ഒരു സെക്യൂരിറ്റി ആയിട്ടാണ്. വല്ല പ്രശ്നവും വന്നാൽ യേശു ഇടപെടണം. നമ്മുടെയൊക്കെ പലരുടെയും ചിന്ത അങ്ങനെയാണ്. വല്ല പ്രശ്നവും വന്നാൽ യേശു ഇടപെടണം, അല്ലെങ്കിൽ ഞാൻ തന്നെ. യേശുവിൻ്റെ പൊടി പോലും കണ്ടില്ല. എങ്കിലും യേശുവിലുള്ള വിശ്വാസം കൊണ്ട് ഈ മനുഷ്യൻ പിശാചിനെ അടിച്ച് പുറത്താക്കി വാതിലടച്ചു. നേരെ മുകളിലേക്ക് കയറി ചെന്നു. അപ്പോൾ യേശു സുഖമായിട്ട് കിടന്നുറങ്ങുക. തൊടയമ്മ തട്ടി വിളിച്ചു, ഇത് എന്തുറക്കാണത്? അപ്പോൾ യേശു ചോദിച്ചു, എന്താണ്ടായേ? നീ ഒന്നും അറിഞ്ഞില്ലേ? ഈ ദേവദാസൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ യേശു തിരിച്ചു പറഞ്ഞു, നീ എനിക്ക് ഈ മുറിയല്ലേ തന്നേക്കണത്? ഇവിടെ വല്ല കുഴപ്പമുണ്ടോയെന്ന് നോക്കിയാൽ. അപ്പോൾ ദേവദാസന് കാര്യം മനസ്സിലായി. എൻ്റെ സമർപ്പണം പൂർണ്ണമല്ല. ദേവദാസൻ പറഞ്ഞു, ഇന്ന് മുതൽ ഈ മുറി മാത്രമല്ല, ഈ ഭവനം മുഴുവൻ നിനക്ക് തന്നിരിക്കണം. അന്നും വൈകുന്നേരമായി. ദേവദാസൻ ഉറങ്ങാൻ കിടന്നു. നേരം വെളുത്ത് ബെല്ലടി കേട്ടു. വല്ല പത്രക്കാരനോ പാൽക്കാരനോ ആയിരിക്കുമെന്ന് വിചാരിച്ചു. അയാൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് യേശു എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ പഴയതുപോലെ പിശാച് തന്നെയാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിശാച് താണു തൊഴുതിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, വീട് തെറ്റിപ്പോയി. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പരിപൂർണ സമർപ്പണം ഉണ്ടാകുമ്പോൾ തമ്പുരാൻ നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഹി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നമുക്കൊരു ആങ്സൈറ്റി, ഉത്കണ്ഠയുടെ ആവശ്യമില്ല. എന്തുണ്ടാവും എന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ദൈവം അത് നോക്കിക്കോളും. ഇത് ഈ ഉപമയിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്. പൂർണ്ണമായി സമർപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇനി അവസാനമായിട്ട് ഈ മനുഷ്യനിൽ, ഈ അന്ധയാചകനിൽ ഞാൻ കണ്ട വേറൊരു ഗുണം ഇതാണ്. തനിക്ക് സൗഖ്യം കിട്ടി, സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. നിൻ്റെ വിശ്വാസം നിന്നെ സംരക്ഷിച്ചിരിക്കുന്നു, സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഉണ്ടായിരുന്ന വിശ്വാസമാണ്. യേശുവിന് സൗഖ്യപ്പെടുത്താൻ കഴിയും എന്നുള്ള ആ വിശ്വാസം. യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണോ? ഇതൊരു പ്രൈമറി കണ്ടീഷനാണ്. എന്താ പ്രൈമറി കണ്ടീഷൻ? ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയും, എസെൻഷ്യൽ ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്ന്. എസെൻഷ്യൽ ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്നൊരു ഫ്രേസ് ഉണ്ട്. അതുപോലെ മാത്തമാറ്റിക്സിൽ ഉള്ള വൺ ആൻഡ് ഓൺലി വൺ എന്നൊക്കെ മാത്തമാറ്റിക്സിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ വൺ ആൻഡ് ഓൺലി വൺ റിക്വയർമെൻറ്റ്, അത് യേശുവിലുള്ള വിശ്വാസമാണ്. അതുപോലെ തന്നെ സഫീഷ്യൻ്റ് ആൻഡ് നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ യേശുവിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് ഇതിൽ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളിൽ ഏറ്റവും ക്രൗണിങ് ആയിട്ടുള്ളത് ആ വിശ്വാസമാണ്. അവസാനമായിട്ട് അവന് സൗഖ്യം കിട്ടിയപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ യേശുവിന് താങ്ക്സ് പറയും. താങ്ക് യു, ഞാൻ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് എൻ്റെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണട്ടെ, അപ്പനെ കണ്ടിട്ടില്ല, അമ്മയെ കണ്ടിട്ടില്ല, ഭാര്യയെ കണ്ടിട്ടില്ല, മക്കളെ ഒന്നും കണ്ടിട്ടില്ല, ഊട്ടിപ്പോയി കണ്ടിട്ട് വരട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ പറഞ്ഞ് യേശുവിനെ ടാറ്റ പറഞ്ഞ് പോകും. പക്ഷെ ഇവൻ അങ്ങനെയല്ല ചെയ്തത്. ഇവൻ യേശുവിനെ പിൻപറ്റി എന്നുള്ളതാണ്, അവനെ അനുഗമിച്ചു എന്നുള്ളതാണ്.
നമുക്ക് നന്മകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ യേശുവിൻ്റെ പിന്നാലെ പോവുകയാണോ ചെയ്യുന്നത്, അതോ താങ്ക്സ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ? ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ്. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.